രാവിലെ ഒരു ട്രാവൽ പോവാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഉമ്മ 2 കുട്ടികളായിട്ട് ട്രാവൽ പോവാൻ കേട്ടോ. എവിടെ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിയിൽ പറയാം. കുട്ടികൾ ഇന്ന് 4 മണിക്ക് രാവിലെ എണീച്ചിട്ടുണ്ട്. പോകുന്ന കാര്യം കേട്ടാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവരെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ഞമ്മളും റെഡിയായി പോകുന്നത് നമ്മൾ തലപ്പാടി ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. അവിടെ മീൻസ് കേരള ബോർഡറിലാണ് പോകുന്നത്. അവിടെ പള്ളിയുണ്ട്, ബായർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പള്ളിയുണ്ട്. ആ പള്ളിക്കാണ് കേട്ടോ പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് മാംഗ്ലൂർ പോകണമെങ്കിൽ 17 to 18 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ വിചാരിച്ചു രാവിലെ പോയാൽ ബസ്സൊക്കെ റഷ് ഉണ്ടാവില്ല എന്നാണ്. പിന്നെ നോക്കുമ്പോൾ മാംഗ്ലൂർ രാവിലെ തന്നെ റഷായിരുന്നു കേട്ടോ. 6 o'clock എല്ലാ വർക്കേഴ്സും പിന്നെ ഗ്രൗണ്ട് ഇതാണ് കേട്ടോ. നമ്മളെ സ്റ്റേറ്റ് ബാങ്കിലുള്ള നെഹ്റു മൈതാനം എന്ന് പറയും. മാംഗ്ലൂരിൻ്റെ ഫേമസ് ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ആൾക്കാർ ക്രൗഡായിരുന്നു. ഒരു സൈഡിൽ ആക്റ്റീവ് പഠിക്കാൻ വരുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു, പിന്നെ കളിക്കാൻ വരുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല എല്ലാവരും അവരവരെ വർക്കിൽ ബിസി ആയിരുന്നു. രാവിലെ തന്നെ ബാഗ് പിടിച്ചിട്ട് അവർ വർക്കൊക്കെ പോകുന്ന ആൾക്കാരെ ഞാൻ മാംഗ്ലൂരിൽ കണ്ടു. പിന്നെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് കേട്ടോ, ഞാൻ മാംഗ്ലൂർ സ്റ്റേറ്റ് ബാങ്ക് എത്തിയ ഉടനെ കാണുന്നത് ഈ ബാഗ് പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരുടെ മുഖത്തിൽ എന്തോ ഒരു സാഡ് ഫീലായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ കുടുംബം പോറ്റാൻ വേണ്ടി വേറെ രാജ്യത്തിൽ പോയിട്ട് അധ്വാനിക്കാൻ വേണ്ടിയാണെന്നൊക്കെ. അപ്പോൾ ചില കാര്യങ്ങൾ ലൈഫിൽ സാക്രിഫൈസ് ചെയ്താലേ അവർ ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. കുടുംബമൊക്കെ വിട്ടിട്ട് വേറെ നാട്ടിൽ പോയിട്ട് അധ്വാനിക്കുമ്പോൾ ആ ഒരു 2 days ലീവിൽ വരുമ്പോൾ അവർക്കുള്ള സന്തോഷം, പോകുമ്പോഴുള്ള അവരുടെ മുഖത്തുള്ള സങ്കടം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സാഡ് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവരെ മുമ്പിൽ എൻ്റെ സങ്കടം ഒന്നുമല്ല എന്നുള്ളതാണ്. എന്ത് സങ്കടങ്ങൾ വന്നാലും ഒരു യാത്ര ആവാൻ നോക്കുക. എനിക്ക് ഒരുപാട് ഡിപ്രഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് യാത്രയിലൂടെ ഒരുപാട് കുട്ടികളുടെ ഓർമ്മകളൊക്കെ വരാറുണ്ട്. പിന്നെ പുറത്ത് കാണുമ്പോൾ തന്നെ ഇവിടുത്തെ ഫ്രഷ് ഹെയറൊക്കെ കാണുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ മാറാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ഡിപ്രഷനുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ട്രാവൽ ഇല്ലെങ്കിൽ ലൈഫ് ബിസി ആക്കാൻ നോക്കുക. അങ്ങനെ മാംഗ്ലൂരിൽ നിന്ന് നമ്മൾ തലപ്പാടി എത്തി. അപ്പോൾ എത്തിയപ്പോഴാണ് ബസ് വരാൻ ഒരു 15 minutes ഉണ്ടെന്ന് പറയുമ്പോൾ ടൈം പാസിന് വേണ്ടി ഇവിടെ 30 rupees നമ്മൾ ഇവർ ഐസ്ക്രീം കിട്ടാറുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു, ഉമ്മാക്ക് കൊടുത്തു. അങ്ങനെ അവിടെ ഒരു 15 minutes ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പോഴേക്ക് എൻ്റെ ചെറിയ മോനോ നന്നായിട്ട് വർക്കായിരുന്നു. കാരണം അവൻ രാവിലെ 4 മണിക്ക് എണീച്ചത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ബസ്സിന് അതേ സ്ഥലത്താണ്, അതായത് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നു ബസ് വിടുന്നത്. പിന്നെ ഞാൻ പോയ സ്ഥലം എവിടെയാണെന്ന് കാണിക്കാൻ പറ്റില്ല. അവിടെ വീഡിയോ എടുക്കാവുന്ന ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായി കാണിച്ചു തരായിരുന്നു. അങ്ങനെ ഡിയേഴ്സ്, ഞങ്ങൾ മാംഗ്ലൂർ ലാൽബാഗ് ബസ് സ്റ്റാൻഡ്, 2 ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ, സ്റ്റേറ്റ് ബാങ്ക് ആൻഡ് മാംഗ്ലൂർ ലാൽബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ മംഗളൂരു ലാൽബാഗിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, വൈഭവ്. അവിടെ കയറി. ഇതാണ് കേട്ടോ മാംഗ്ലൂർ സ്പെഷ്യലാണ് ഗോലി ബജാണ്. മാംഗ്ലൂർ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഗോലി ബജ, ബൺസ്, മസാല ദോശ. മൈസൂർ സ്പെഷ്യലാണ്, കർണാടകൻ്റെ സ്പെഷ്യലാണ്. പക്ഷേ മൈസൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ സ്പെഷ്യലാണ് മസാല ദോശ. പിന്നെ കൂടുതലായിട്ട് ബൺസും പിന്നെ നമ്മളെ ഗോലി ബജാണ്. അപ്പോൾ എനിക്ക് ഗോലി ബജ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ കുട്ടി വറങ്ങി എണീച്ചത് കൊണ്ട് അവനക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അവനത് കഴിച്ചു. പിന്നെ മോനുക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. ഉമ്മ പിന്നെ തുപ്പ ദോശ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ദോശ കഴിക്കണമെങ്കിൽ ഗോലി ബജൊക്കെ കഴിക്കണമെങ്കിൽ വെജ് റെസ്റ്റോറൻറ്റിക്ക് വരണം കേട്ടോ. മാംഗ്ലൂർ വരുന്നെങ്കിൽ എൻ്റെ ചെറിയ മോൾക്ക് ഗോലി ബജ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ കഴിക്കുന്ന ഗോലി ബജ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം അത്ര വിശന്നിട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല. അവിടെ പോയിട്ട് രാവിലെ ഒരു ദോശ, ഇഡ്ഡലി അങ്ങനെ കഴിച്ചിട്ടുണ്ടായത് കേട്ടോ. ഉച്ചക്ക് വയറ് വിശന്നിട്ടാണുള്ളത്. അങ്ങനെ വൈകുന്നേരം വന്നിട്ടാണ് നമ്മളിങ്ങനെ മസാല ദോശയും പിന്നെ കുട്ടികൾക്ക് ഗോലി ബജൊക്കെ കൊടുത്തത്. കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമും മുട്ടായി, ലേസ് അങ്ങനെ കഴിച്ചിട്ട് തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പുറത്തുലത്തെ ലേസ്, ജ്യൂസ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ദോശയോ ഇഡ്ഡലിയോ ചോറ് അങ്ങനെയൊക്കെ കിട്ടണം. ഇല്ലെങ്കിൽ എന്തോ ഒരു വയറ്റിനൊരു അസുഖം മാതിരിയാണ് എനിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഒരു എനർജി ഇല്ലാത്തൊരു ഫീലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉച്ചക്കൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഈ മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചത്.
ഉച്ചക്കാണെങ്കിൽ എനിക്ക് എന്തായാലും ചോറ് നിർബന്ധമാണ്. ഉച്ചക്ക് ഞാൻ നോർമലായിട്ട് വെജ് റെസ്റ്റോറൻറ്റ് കയറാറില്ല. എനിക്ക് വെജ് റെസ്റ്റോറൻറ്റിൻ്റെ ചോറ് സാമ്പാർ അങ്ങനെ ഇഷ്ടമല്ല ഡിയേഴ്സ്. എനിക്ക് ഫിഷ് ചിക്കൻ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് വേണം. അറ്റ്ലീസ്റ്റ് ഒരു പൊട്ടാറ്റോ ഫ്രൈ ആയെങ്കിൽ സൈഡ് ഡിഷായിട്ട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മസാല ദോശ ഭയങ്കര അടിപൊളിയാണായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് തീർത്തു. എൻ്റെ വലിയ മോൾക്ക് വേറെ ഇഷ്ടമാണ് മസാല ദോശ, അവർക്ക് ഫുള്ള് കഴിക്കാറുണ്ട്. പിന്നെ ഉമ്മ ആണെങ്കിൽ മസാല ദോശ വേണ്ട, കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഗ്യാസ്ട്രിക് ട്രബിൾസ് വരും എന്നുള്ള പേടിച്ചിട്ടാണ് ഉമ്മ മസാല ദോശ വേണ്ട എന്ന് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ ഉമ്മാക്കും മസാല ദോശ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ചായ, ഹോട്ടൽ ചായ നമ്മൾ പറയണമെന്നില്ലല്ലോ, ഹോട്ടൽ ചായ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ അവർ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നിട്ട്, കാരണം ഭയങ്കര ചൂടാണ്, ദാഹിക്കുന്നുണ്ട്. അപ്പം നേരെ കാണുന്നതാണ് ഈ കറുമ്പ് ജ്യൂസ്. അപ്പോൾ എന്തായാലും ഒരു കറുമ്പ് ജ്യൂസ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് കറുമ്പ് ജ്യൂസ് കുടിച്ചു. നല്ല ഐസ് ഇട്ടിട്ടുള്ള കറുമ്പ് ജ്യൂസാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു കേട്ടോ, എല്ലാ കറുമ്പ് ജ്യൂസ് പോയാലും ലെമണും പിന്നെ ഷുഗറൊക്കെ ആഡ് ചെയ്യാറുണ്ടോ, പക്ഷേ അവർ കറുമ്പിൻ്റെ ജ്യൂസ് മാത്രമേ തരുള്ളൂ, ഒന്നും മിക്സ് ചെയ്യാറില്ല കേട്ടോ. ലൈവായിട്ടാണ് ഉണ്ടാക്കി തരുന്നത്. അതാണ് ഇവിടുത്തെ പ്ലസ് പോയിന്റ്. പിന്നെ ഡിയേഴ്സ് ആകെ 20 റുപ്പീസ് മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്ത് 25 റുപ്പീസാണ്. അങ്ങനെ പിന്നെ കുടിച്ചിട്ട് ഇവർക്ക് എങ്ങനെ മെച്ചമാവുന്നതെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാരാണെങ്കിൽ ഷുഗർ ലെമണൊക്കെ ആഡ് ചെയ്യാറുണ്ടോ ടേസ്റ്റിന് വേണ്ടി. പിന്നെ കുറച്ച് വാട്ടറും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഐസ്ക്രീം കണ്ടില്ലേ ഡിയേഴ്സ്, ഇത് 20 രൂപ മാത്രമേ ഉള്ളൂ ഐസ്ക്രീം. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തു. പിന്നെ മിക്സ്ഡ് ഐസ്ക്രീം ആണെങ്കിൽ അവർ 30 റുപ്പീസ് എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ മിക്സ്ഡ് ഐസ്ക്രീമാണ് വാങ്ങിയത്, ചോക്ലേറ്റ് ആൻഡ് വെനീല. അവിടെ ബസ് വരണമെങ്കിൽ 35 മിനിറ്റ്സൊക്കെ എടുക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം തിന്നുകൊണ്ട് അവർ ബസ് സ്റ്റാൻഡ് സ്ഥലത്തിൽ ഇരുന്നതാണ്. ഒരു ടൈം പാസിന് എന്തെങ്കിലും കഴിക്കണമല്ലോ, ഇല്ലെങ്കിൽ ഭയങ്കര ബോറാണ് കുട്ടികളൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ. കുട്ടികളാണെങ്കിൽ എൻ്റെ ചെറിയ മോന് ഇരുന്ന സ്ഥലത്തിൽ ഇരിക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തപ്പോൾ അവിടെ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ ആസ്വദിച്ച് കഴിക്കും. പിന്നെ സാവകാശം നമ്മൾ ബസ് കയറി പോകും. അങ്ങനെ ഡിയേഴ്സ് ഈവനിങ് 6 to 6:30 ആയിരുന്നു. ബസ് വരുന്നത് മാംഗ്ലൂരിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് പോകുന്നത് 7:30 ആയിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഐസ്ക്രീമെല്ലാം കഴിപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ബസ് കയറി പോയി. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.